ഇതൊരു കഥയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടെത്തലിൻ്റെയും അതേസമയം ഏറ്റവും വലിയ ഭീഷണിയുടെയും. 1896 ഹെൻറി ബെക്കറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തി. അതിനുശേഷം മേരി ക്യൂറി പിയർ ക്യൂറി ആറ്റത്തിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ലോകത്തിന് തുറന്നു. 1938 ഓട്ടോ ഹാൻ ആറ്റം പൊളിയുമ്പോൾ അതിശക്തമായ ഊർജം പുറത്തുവരുമെന്ന് കണ്ടെത്തി. അതിനെ ആണവ വിഭജനം എന്ന് വിളിച്ചു. അത് മനുഷ്യരാശിയുടെ ചരിത്രം മാറ്റാറ്റിയ ഒരു നിമിഷമായിരുന്നു. 1942 ജെ റോബർട്ട് ഓപ്പൻഹൈമർ നേതൃത്വത്തിൽ മാൻഹാറ്റൻ പദ്ധതി ആരംഭിച്ചു. ലക്ഷ്യം ലോകത്തിലെ ആദ്യ ആണവ ബോംബ് നിർമ്മിക്കുക. 1945 ലോകം കണ്ട ഏറ്റവും ഭീകരമായ സംഭവം ഹിരോഷിമയിലെ ആണവ ബോംബാക്രമണം, നാഗസാക്കിയിലെ ആണവ ബോംബാക്രമണം. ഒരു നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് ജീവനുകൾ ഇല്ലാതായി. ആ ദിവസം മനുഷ്യൻ മനസ്സിലാക്കി, അവൻ സൃഷ്ടിച്ചത് ഒരു ആയുധമല്ല, ഒരു നാശത്തിന്റെ വാതിൽ തന്നെയാണെന്ന്. അതിനുശേഷം ലോകം ഭയത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഇന്ന് ലോകത്ത് 9 രാജ്യങ്ങൾ ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്നു. റഷ്യ ഏകദേശം 5800-ൽ കൂടുതൽ ആണവ ബോംബുകൾ. കാരണം ആഗോള ശക്തി നിലനിർത്തൽ, അമേരിക്കയ്ക്കെതിരെ പ്രതിരോധം. അമേരിക്ക ഏകദേശം 5200-ൽ കൂടുതൽ ബോംബുകൾ. കാരണം ദേശീയ സുരക്ഷ, ലോകത്തെ സ്വാധീനിക്കുക. ചൈന ഏകദേശം 400-ൽ കൂടുതൽ ബോംബുകൾ. കാരണം ഭാവിയിലെ സൈനിക ശക്തി, പ്രതിരോധ ബാലൻസ്. ഫ്രാൻസ് ഏകദേശം 290-ൽ കൂടുതൽ ബോംബുകൾ. കാരണം സ്വതന്ത്ര പ്രതിരോധം. യുണൈറ്റഡ് കിങ്ഡം ഏകദേശം 225-ൽ കൂടുതൽ ബോംബുകൾ. കാരണം നാറ്റോ കൂട്ടായ്മയിൽ പങ്കാളിത്തം. പാകിസ്ഥാൻ ഏകദേശം 170-ൽ കൂടുതൽ ബോംബുകൾ. കാരണം ഇന്ത്യക്കെതിരെ പ്രതിരോധം. ഇന്ത്യ ഏകദേശം 160-ൽ കൂടുതൽ ബോംബുകൾ. കാരണം ദേശീയ സുരക്ഷ, അയൽ രാജ്യങ്ങളോട് ബാലൻസ്. ഇസ്രായേൽ ഏകദേശം 90-ഓളം അധികൃതമായി സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം മിഡിൽ ഈസ്റ്റ് സുരക്ഷ. ഉത്തര കൊറിയ ഏകദേശം 30 മുതൽ 50 വരെ. കാരണം ഭരണകൂട സംരക്ഷണം, ലോകത്തെ ഭീഷണിപ്പെടുത്തൽ. ഈ രാജ്യങ്ങളെല്ലാം ഒരു കാരണത്തിനായി ഈ ശക്തി കൈവശം വയ്ക്കുന്നു. ഭീഷണി കൊണ്ട് യുദ്ധം തടയുക, അഥവാ നമ്മളെ ആക്രമിച്ചാൽ നിങ്ങൾക്കും നാശം എന്ന മുന്നറിയിപ്പ്. പക്ഷേ ഒരു തെറ്റായ തീരുമാനം, ഒരു ചെറിയ പിഴവ്, അതോടെ 3-ാം ലോകമഹായുദ്ധം. ആണവായുധം ഉപയോഗിച്ചാൽ അത് വെറും പൊട്ടിത്തെറി മാത്രമല്ല, റേഡിയേഷൻ, ദീർഘകാല രോഗങ്ങൾ, തലമുറകളോളം നീളുന്ന ദുരിതം. എങ്കിലും ഈ ആണവശക്തി നല്ലതിനും ഉപയോഗിക്കാം. വൈദ്യുതി ഉൽപ്പാദനം, മെഡിക്കൽ ചികിത്സ, ശാസ്ത്ര പുരോഗതി. അതിനാൽ പ്രശ്നം ആയുധത്തിലല്ല, അതിനെ ഉപയോഗിക്കുന്ന മനുഷ്യനിലാണ്. ആണവശക്തി മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പിഴവോ?